നേതാക്കളെ അപമാനിക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചത്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ സ്ത്രീ ലംബടന്മാർ എന്നിവരെ വിശേഷിപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായി. കേരളത്തിലെ പ്രഥമ പൗരനായ മുഖ്യമന്ത്രിയിൽ നിന്ന് ഒരു രീതിയിലും ഉണ്ടാകാത്ത പരാമർശങ്ങളാണ് പിണറായി വിജയനിൽ നിന്നുണ്ടായത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഒരു രീതിയിലും സമൂഹത്തിന്റെ വിസ്മൃതിയിലാവരുതെന്ന് മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുക എന്നതാണ് മുഖ്യമന്ത്രിയുടെ ആവശ്യം. മാധ്യമങ്ങളെ കണ്ടാൽ തല വെട്ടിച്ച് നടന്നിരുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ എവിടെ ചാനൽ മൈക്ക് കണ്ടാലും അങ്ങോട്ട് ചെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ച് വാചാലനാവുകയാണ്. ലക്ഷ്യം ഒന്നു മാത്രം, സർക്കാരിന് നാണക്കേടുണ്ടാക്കുന്ന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുക. എന്തായാലും മുഖ്യമന്ത്രിയുടെ കോൺഗ്രസ് വിരുദ്ധ പരാമർശങ്ങൾക്കെതിരെ അതേ നാണയത്തിൽ മറുപടി പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. തന്റെ രണ്ട് പോക്കറ്റിലും സ്ത്രീ പീഡകരെ ഇട്ടുകൊണ്ട് നടക്കുന്ന പിണറായി വിജയനാണ് കോൺഗ്രസിനെ ചീത്ത വിളിക്കുന്നതെന്നായിരുന്നു മുരളീധരന്റെ കമന്റ്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. സ്വരങ്ങൾ പാർട്ടിക്ക് പുറത്തുള്ള ഒരാളെ കുറിച്ച് എന്താ സ്വരം? എല്ലാവർക്കും ഒരേ സ്വരം തന്നെയാണ്. എല്ലാവരും ഒരേ സ്വരത്തിലാണ് പുറത്താക്കാൻ തീരുമാനിച്ചത്. ഇനി അതിനെക്കുറിച്ചൊരു കൂടുതൽ ചർച്ചയിലേക്ക് പോകണമെന്ന് ചിലർക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഇന്നലെ മുഖ്യമന്ത്രി ഒരു വാചകം പറഞ്ഞു, അത് അദ്ദേഹത്തിൻ്റെ അന്തസ്സിന് ചേരാത്ത സ്ത്രീ ലംബടന്മാരുടെ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഇടത്തെ പോക്കറ്റിൽ 75 വയസ്സ് കഴിഞ്ഞ ഒരു വിദ്വാനുമുണ്ട്. ഞാൻ ആ പേര് ഞാൻ വിളിക്കുന്നില്ല. 75 വയസ്സ് കഴിഞ്ഞ മുൻ MLA ഒരു യുവതിയായിട്ടുള്ള സംവിധായകയെ കയറി പിടിച്ചു. എന്നിട്ടാണ് ഒരു എളുപ്പവും കൂടാതെ മറ്റുള്ളവരെ കയറി ഓരോന്ന് വിളിക്കുന്നത്. അത് മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ്റെ തന്നെ അന്തസ്സിന് ചേർന്നതല്ലാന്ന് എനിക്ക് പറയാം. വേറൊരു MLA ഇതേപോലെയുള്ള ഒരു MLA വലത്തെ ഭാഗത്തും വെച്ചിരിക്കുക, എന്നിട്ടാണ് മറ്റുള്ളവരെ ചീത്ത വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുടെ ഉപദേശം ഞങ്ങൾക്ക് ആവശ്യമില്ല. എന്തുകൊണ്ട് ഈ ഒരു സംവിധായകൻ എന്ന് പറഞ്ഞാൽ ആരാ? 2 തവണ MLA ആയിരുന്നു, 3 തവണ LDF സ്ഥാനാർത്ഥിയായിരുന്നു. അങ്ങനെ ഒരാളാണ് സ്വന്തം മകളാവാൻ പ്രായമുള്ള ഒരു സംവിധായകനെ കയറി പിടിച്ചത്. അതിനെക്കുറിച്ച് സമൂഹം ചർച്ച ചെയ്യുന്നില്ലല്ലോ. ഞങ്ങൾ പുറത്താക്കിയ ഒരാളെക്കുറിച്ചാണ് എല്ലാ ദിവസവും വാർത്ത. അപ്പോൾ അതിലൊന്നും പാർട്ടിയുടെ അഭിപ്രായ വ്യത്യാസവും ഇല്ല. KPC പ്രസിഡന്റ് സ്വീകരിച്ച നിലപാടും ശരിയാണ്, പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞതും ശരിയാണ്. രണ്ടും അർത്ഥത്തിലൊന്നു തന്നെയാണ്. ET കുഞ്ഞാമ്മേരെ പുറത്താവാം സംവിധായക പുറത്ത് പറഞ്ഞപ്പോഴാണ് നാടറിയുന്നത്. മുഖ്യമന്ത്രി ആരോടും പറഞ്ഞിട്ടില്ല, കീശയിൽ വെച്ചു. സ്വന്തം പാർട്ടിക്കാരനാണല്ലോ. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി കൈകാര്യം ഒക്കെ രാഷ്ട്രീയം നോക്കിയില്ല. ഇപ്പോൾ ഇന്നലെ പറഞ്ഞൊരു വാചകമുണ്ട്, ഇനിയും കൂടുതൽ വരാനുണ്ട്. അതിൻ്റെ അർത്ഥം ഒരു 5 പരാതി കിട്ടിയാൽ കീശയിൽ വെച്ചിട്ട് ഓരോ പരാതിയായിട്ട് ഓരോ ദിവസം പുറത്തെടുക്കുക. ഇങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. അദ്ദേഹം ആ സ്ഥാനത്തിന് എത്രയോ മഹാന്മായിരുന്ന സ്ഥാനമാണ് അദ്ദേഹം മനസ്സിലാക്കണം ആദ്യം. അതല്ല EK നായനാർ പോലെ എത്ര അന്തസ്സായിട്ട് ഇതുപോലത്തെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തു. സ്വന്തം ക്യാബിനറ്റിലെ ഒരു മന്ത്രിക്കെതിരെ ഒരു IAS ഉദ്യോഗസ്ഥ പരാതി പറഞ്ഞപ്പോൾ എന്തൊരു അന്തസ്സായിട്ട് അദ്ദേഹം വന്ന നിലപാട് സ്വീകരിച്ച് അതെങ്കിലും കണ്ടുപിടിക്കണ്ടേ. അപ്പം അതിന് പകരം UDF ഒരു MLAക്കെതിരായിട്ട് പരാതി വന്ന് 4-5 പരാതി വന്ന് 5 കീശയിൽ വെച്ച് ഓരോന്നായിട്ട് ഓരോ ദിവസം പുറത്തെടുക്കുക. മറ്റേത് ആരും കാണാണ്ട് ചവറ്റുകോട്ടയിലേക്ക് എറിയാൻ നോക്കി. പക്ഷേ ആ സംവിധായക പുറത്ത് പറഞ്ഞതുകൊണ്ട് ആക്ഷൻ എടുക്കേണ്ടി വന്നു. ആക്ഷൻ എടുത്തില്ല. ഇപ്പോഴും സൗഹൃദ സംഭാഷണം നടന്നുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും. കാരണം ഞങ്ങളുടെ പാർട്ടിക്ക് ഇല്ലാത്തൊരു വ്യക്തി അദ്ദേഹത്തെ പാർട്ടിയുടെ അന്തസ്സിന് വിരുദ്ധമായി ചെയ്തു എന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ പുറത്താക്കി. അങ്ങനെ വ്യക്തിക്കെതിരെ പരാതി വന്നപ്പോൾ DGPക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതല്ലേ ചെയ്യേണ്ടത്? KPC പ്രസിഡന്റ് ആരാ? KPC പ്രസിഡന്റ് പ്രതിപക്ഷത്തിരിക്കുന്നൊരു പാർട്ടിയുടെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് ഇതേ ചെയ്യാൻ പറ്റൂ. അത് കറക്റ്റാണ് ചെയ്തത്, ഒരു തെറ്റുമില്ല. അല്ല, മുകേഷിൻ്റെ ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ? മുകേഷിന് ചാർജ് ഷീറ്റ് കൊടുത്ത് അദ്ദേഹം പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. ഇവിടെ ഉണ്ടായൊരു സംഭവം എന്ന് പറയുന്നത്, ഈ മുകേഷിനതായിട്ട് പരാതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. ഈ റിപ്പോർട്ട് കൊടുത്തപ്പോഴാണ് 2020. എന്നിട്ട് 2 തവണ മുകേഷിന് സീറ്റ് കൊടുത്തു. അപ്പോൾ അത് ശരിയാണ്, അറിഞ്ഞുകൊണ്ടല്ലേ ചെയ്തു. വെൽഫെയർ പാർട്ടിയായിട്ട് എല്ലായിടത്തൊന്നും ബന്ധം ഉണ്ടായിട്ടില്ല. ചില ഏരിയയിൽ മാത്രം പ്രാദേശികമായിട്ട് സഖ്യം ഉണ്ടായിട്ടുണ്ട്. ചില സ്ഥലത്ത് വെൽഫെയർ പാർട്ടി LDFനെ സഹായിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് 2 വാർഡുകളിൽ വെൽഫെയർ പാർട്ടി LDFനെ സഹായിച്ചു. ചാല വാർഡിൽ. നാളെ റിസൾട്ട് വന്നതിന് ശേഷം കൂടുതൽ പറയാം. എന്നാൽ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. BJP വിജയിക്കാതിരിക്കാൻ ചില സ്ഥലത്ത് ഒരു UDFനെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പറയുന്നത്. 1-2 സ്ഥലങ്ങളിൽ അവർ LDFനെ സഹായിച്ചിട്ടുണ്ട്. അതിൽ ചാല എന്ന് ഞാൻ പറയാൻ കാരണം, ചാലയിൽ വെൽഫെയർ പാർട്ടി LDFൻ്റെ കൂടെയായിരുന്നു. അവിടെ ലീഗാണ് UDFന് വേണ്ടി മത്സരിച്ചത്.
ഞങ്ങൾക്കൊക്കെ നല്ല വിജയപ്രതീക്ഷയുണ്ട്. എങ്കിലും അവിടെ വെൽഫെയർ പാർട്ടി എടുത്ത സ്റ്റാൻഡ് LDF അനുകൂലമായിട്ടുള്ള സ്റ്റാൻഡാണ് അവിടെ സ്വീകരിച്ചത്. മൊത്തത്തിൽ അവർ UDFൻ്റെ കൂടെ തന്നെയായിരുന്നു. അത് രഹസ്യമൊന്നുമല്ലല്ലോ. 2019 മുതൽ അവർ എടുത്ത ഒരു അഖിലേന്ത്യാ നിലപാടുണ്ട്. കോൺഗ്രസ് ആണ് മതേതര പാർട്ടി. ആ കോൺഗ്രസ് പിന്നെ ഇന്ത്യയിൽ മുഴുവൻ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. കേരളം ഇന്ത്യയുടെ ഭാഗമായതുകൊണ്ട് ഇവിടെ പിന്തുണച്ചു. അത്രയും ഉണ്ടായി. എവിടെ അല്ല, അത് അവരുടെ ഇഷ്ടമാണ്. ഞങ്ങളങ്ങനെ പറയില്ലല്ലോ. LDFൻ്റെ കൂടെ പോയാൽ അവർ വർഗീയ പാർട്ടി, ഞങ്ങളുടെ കൂടെ വന്നാൽ ജനാധിപത്യ പാർട്ടി. ആ ഏർപ്പാട് ഞങ്ങൾക്കില്ല. അല്ല, പിന്തുണയ്ക്കുന്നതാണ്. അല്ല, സഖ്യമൊന്നുമില്ല. സഖ്യം UDFൻ്റെ അകത്തുള്ള കക്ഷികളായിട്ട് മാത്രമേ അലയൻസ് ഉള്ളൂ. ചില നിലകൾ ഉണ്ടായിട്ടുണ്ട്. അത് നിഷേധിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുണ്ടായിട്ടുണ്ട്. അത് 2019 ഉണ്ടായിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഡയറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്ത് LDFന്. ഞങ്ങൾ 2019 വെൽഫെയർ പാർട്ടിയായിട്ടാണ് ഞങ്ങൾക്ക് ബന്ധം. ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയായിട്ടാണ് ബന്ധം ഉണ്ടാക്കി. അത് ആ പാർട്ടിയുടെ ഓൾ ഇന്ത്യ സ്റ്റാൻഡിൻ്റെ ഭാഗമായിട്ട്. ഇന്ത്യയിൽ എല്ലായിടത്തും ഒരേ സ്റ്റാൻഡാണ് എടുത്തത്. അതുകൊണ്ടാണ് ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചത്. വെൽഫെയർ പാർട്ടി മതേതര പാർട്ടി എന്നുള്ള നിലയിലാണ് കോൺഗ്രസിനെ പിന്തുണച്ചത്. വർഗീയ പാർട്ടി എന്നുള്ള എനിക്കല്ല കോൺഗ്രസിനെ പിന്തുണച്ചത്. വെൽഫെയർ പാർട്ടി ഒരു ജനാധിപത്യ പാർട്ടി.